തുല്ലാബി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ഒന്നാം പാദവാർഷിക പരീക്ഷ ഓണപരീക്ഷ വരികയാണ് അല്ലേ. നമ്മുടെ ബുക്കിന്റെ 2 യൂണിറ്റുകൾ പഠിച്ചു കഴിഞ്ഞു. ഇതിന്റെ ക്ലാസ്സുകളൊക്കെ മക്കൾ ഈ ചാനലിൽ കണ്ടില്ലേ. ഇനി നമുക്ക് മോഡൽ നമ്മളെ ഒന്നാം പാദവാർഷിക പരീക്ഷ അല്ലെങ്കിൽ ഓണപരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യ പേപ്പർ പരിചയപ്പെട്ടാലോ. നമുക്ക് പരീക്ഷ കുറച്ചും കൂടി എളുപ്പമാവില്ലേ. നമുക്ക് ഓരോ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് കഴിഞ്ഞ വർഷത്തെക്കാളും വ്യത്യാസമുണ്ട്. അത് പ്രകാരമുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? നക്തുബുൽ ജുമുഅ കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിനുള്ളത് പോലെ എന്തെഴുതണം മക്കള്? അൽ ജുമുഅ. എന്താ ജുമുഅ? നമ്മൾ പഠിച്ചതല്ലേ, പ്ലൂറൽസ് അല്ലേ. ജമ്മുകൾ എഴുതണം. എങ്ങനെ എഴുതണം? ഫിൽ ഹദീഖത്തി കിതാബുൻ അല്ലേ. അപ്പോ ഫിൽ ഹഖീബത്തി കിതാബുൻ, ബാഗിൽ ബുക്കുണ്ട്. ഫിൽ ഹഖീബത്തി കുത്തുബുൻ, അപ്പൊ കിതാബുൻ ജമ്മാണെന്ത്? കുത്തുബുൻ. അതുപോലെ അലൽ ഖർസി ഫറാഷത്തുൻ, ചെടിയിൽ പൂമ്പാറ്റയുണ്ട്. അപ്പൊ ഫറാഷത്തിന്റെ ജമ്മ എഴുതണം ഇവിടെ അല്ലെ. അലൽ ഖർസി ഫറാഷാത്തുൻ അല്ലെ. ഫറാഷാത്തുൻ എഴുതണം. അടുത്തത് അല ഷജറത്തി ത്വാഇറുൻ. അല ഷജറത്തി ത്വാഇറുൻ. ത്വാഇറുൻ ജമ്മെന്താ? അല ഷജറത്തി ത്വയ്റുൻ. അല ഷജറത്തി ത്വയ്റുൻ എന്ന് കൊടുക്കാം കേട്ടോ. ത്വയ്ർ എന്ന് എഴുതാറിയില്ല മക്കൾക്ക്. ത്വയ്റുൻ ഇതുണ്ടല്ലേ, ത്വയ്റുൻ. എവിടെ? ത്വാഇറുൻ ജമ്മ ത്വയ്റുൻ അല്ലേ. അപ്പൊ എവിടെ എഴുതണം? അല ഷജറത്തി ത്വയ്റുൻ കൊടുക്കും. അമാമൽ മദ്രസത്തി നബാത്തുൻ. സ്കൂളിന്റെ മുമ്പിൽ എന്തുണ്ട്? ചെടിയുണ്ട്. അപ്പൊ അമാമൽ മദ്രസത്തി നബാതാത്തുൻ അല്ലെ. നബാതാത്തുൻ ഇവിടെ ഉണ്ടോ? നബാതാത്തുൻ ഇതിലില്ല അല്ലെ. നബാതാത്തുൻ വരും കേട്ടോ. നബാതാത്തുൻ എന്ന് പറയുന്നു. അതുപോലെ ഇവിടെ പൂവുണ്ട് അല്ലെ, ഇവിടെ പൂക്കളുണ്ട്. അപ്പൊ ഇതുപോലെ ഒരു സെന്റൻസ് എഴുതാൻ പറ്റുമോ? അമാമൽ ബൈത്തി സഹ്റുൻ അല്ലെ, വീടിന്റെ മുമ്പിൽ പൂവുണ്ട്. അമാമൽ ബൈത്തി അസ്ഹാറുൻ. ഇവിടെ എന്തെങ്കിലും ഒരു സാധനം വരയ്ക്കണം, ഇതിന്റെങ്കിലും പടം. എന്തിന്റെ പടം വരയ്ക്കാം നമുക്ക്? എന്താണ്? ഒരു എന്തിനെ വരയ്ക്കാം? ഒരു മൃഗം, ഹയവാൻ അല്ലെ. ഒരു മൃഗത്തിന്റെ ചിത്രം, അല്ലെങ്കിൽ ഒരു നെഹർ, നദിയുടെ ചിത്രം വരയ്ക്കുക. ഇവിടെ കുറെ നദിയുടെ ചിത്രം വരയ്ക്കുക അല്ലെ. അമാമൽ ബൈത്തി നെഹ്റുൻ, അമാമൽ ബൈത്തി അൻഹാറുൻ അങ്ങനെ എഴുതാം കേട്ടോ. അത് ജമ്മിന്റെ. അല്ലെങ്കിൽ ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഇത് രണ്ടാമത്തെ ചെയ്യാം നമുക്ക്. രണ്ടാമത്തെ എന്താണ്? നുക്മിലിൽ ഖാനാത്ത് ബി മുസാഅദത്തിൽ മൻളൂം. ഇവിടെ ഒരു പദ്യം കൊടുത്തിട്ടില്ലേ. ഈ പദ്യം നോക്കിയിട്ട് ഇത് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വാദി ജമീലുൻ ഫീഹി സലാമുൻ, ബൈത്തുൻ സഗീറുൻ ഫീഹി ബനൂനുൻ, ബിഅറുൻ നളീഫുൻ ബിമാഇൻ നഖിയ്യിൻ, ഗർസുൻ ബഹീജുൻ ബിവറഖിൻ കസീറുൻ, സഹറുൻ ജമീലുൻ ബിലൗനിൻ ബദീഇൻ, ജദുവലിൻ യുഗന്നി ബിലഹ്നിൻ ഖഫീഫിൻ. അപ്പൊ ഇവിടെ സഹറിന്റെ മുഫ്രദ് കണ്ടുപിടിക്കണം. ഇതിലെവിടെ ലഹറിന്റെ മുഫ്രദ്? അസ്ഹാറിന്റെ മുഫ്രദ് സഹർ ഇരിക്കുന്നു അല്ലെ. അത് നമുക്ക് ഇവിടെ എഴുതാം. പിന്നെ ബിഅറുൻ ജമ്മ എന്താണ്? ആബാർ എന്നാണ് അല്ലെ. ബിഅറുൻ ജമ്മ. അത് ഇവിടെ ആബാർ ഇതൊന്നുമില്ല. ആബാർ എന്ന് മക്കൾ ഇവിടെ എഴുതണം. അത് നമ്മുടെ ബുക്കിലുണ്ടോ? ബിഅറുൻ ജമ്മ ആബാർ ഉണ്ട്, മുകളിലെ പാഠഭാഗങ്ങളിലുണ്ട് കേട്ടോ. ആബാർ എന്ന് ഇവിടെ എഴുതണം അല്ലെ. പിന്നെ അഗ്റാസ് ജമ്മു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഖർസ് എവിടെ എന്തായിരിക്കുന്നു? ഖർസ് അത് ഇവിടെ എഴുതാം നമുക്ക്. പിന്നെ ബൈത്തുൻ ജമ്മ ബുയൂത്ത് അല്ലെ. ബുയൂത്ത് എന്ന് ഇവിടെ എഴുതണം. ജദാവിൽ അരുവികൾ അല്ലെങ്കിൽ തോടുകൾ അല്ലെ. ജദുവലുൻ ജമ്മ ജദാവിൽ അങ്ങനെ എഴുതാം. ഇനി നഖ്താർ മിനൽ മൻളൂം സത്രൻ ഫിഹി കലിമത്തു മാ എന്ന പദമുള്ള ഒരു വരി ഏതാണെന്ന് പറയൂ. മാ എന്ന പദമുള്ള പദി അല്ലേ. ഏത് വരിയ? ബിഅറുൻ നളീഫുൻ ബിമാഇൻ നഖിയ്യിൻ. നഖ്താർ മിനൽ മൻളൂം സത്രൻ ഫിഹി കലിമത്തു ജമീൽ. ജമീൽ എന്ന വാക്കുള്ള
പദ്യം ഏതാണ്, വരി ഏതാണ്? സഹറുൻ ജമീലുൻ ബിലൗനിൻ ബദീഇൻ. അങ്ങനെ കണ്ടെത്തണം. ഓക്കെ. അടുത്തത് നക്തുബ് നസിൽ വ നക്തുബ് കമാഫിൽ മിസാൽ. ഇത് യോജിപ്പിച്ചിട്ട് ഉദാഹരണത്തിലുള്ള എഴുതാൻ. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ബൈത്തുണ്ട്, ഫറാഷത്തുണ്ട്, ഷജറത്തുണ്ട്, സഹറുണ്ട്, കുറത്തുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ഹാദയാണോ ഓരോന്നിനും ഹാദിഹിയാണോ ഇവരെന്ന് ആദ്യം കണ്ടെത്തണം. ഇവിടെ സഹർ അല്ലേ? ഹാദ സഹറുൻ ജമീലുൻ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ? അപ്പൊ ഹാദ സഹറുൻ ജമീലുൻ. അപ്പൊ ഇവിടെ ബൈത്തുൻ ജമീലുൻ എങ്ങനെ പറയണം? ബൈത്ത് പോയല്ലേ? അപ്പൊ ഹാദ ബൈത്തുൻ ജമീലുൻ. അപ്പൊ നമ്മൾ ഹാദ ഇങ്ങനെ ചേർക്കണം. എങ്ങനെ ചേർക്കണം? ഇതുപോലെ എങ്ങനെ ചേർക്കണം? ഹാദ ബൈത്തുൻ ജമീലും. ഇവിടെ ഏത് അല്ലേ? പിന്നെ ഫറാഷത്തല്ലേ? അല്ല, പിന്നെ കുറത്താണ് ഇവിടെ കിടക്കുന്നത്. കുറത്ത്. അപ്പൊ കുറത്ത് ഗേളാണല്ലേ? അപ്പൊ ഗേള് മുന്നസായ വെക്കണം. അപ്പൊ നമ്മള് ഹാദിഹി ഖുറത്തുൻ സഗീറത്തുൻ, ഹാദിഹി ഖുറത്തുൻ സഗീറത്തുൻ. ഓക്കെ. ഇനി അതാ ഷജറത്താണ്. അപ്പൊ ഷജറത്തും മുഅന്നസാണ്. അപ്പൊ ഹാദിഹി പറയണം. ഹാദിഹി ഷജറത്തുൻ. ഇവിടെ എന്ത് കൊടുക്കാം നമുക്ക്? കബീറത്തുൻ, വലിയ മരം എന്ന് കൊടുക്കാം. പിന്നെതോ ഒരെണ്ണം ഒന്നുമില്ല, ഫറാഷത്താണ്. അപ്പൊ നമ്മള് ഹാദിഹി ഫറാഷത്തുൻ ജമീലത്തുൻ എന്ന് നമുക്ക് ഇവിടെ എഴുതണം. ഹാദിഹി ഫറാഷത്തുൻ ജമീലത്തുൻ. ഇവിടെ മാഷാഅല്ലാഹ്. അപ്പൊ അങ്ങനെ എഴുതണം കേട്ടോ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നഖ്റഉൽ ഫിക്റ വ നുകമ്മിലുൽ ഹിവാർ. ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്. പാരഗ്രാഫ് നോക്കിയിട്ട് താഴെയുള്ള ഹിവാർ പൂരിപ്പിക്കണം. എന്താണ്? തലവസ ബിർക്കത്തുൽ കറിയ. ഗ്രാമത്തിലെ കുളം മലിനമായി. ഫീഹിൽ അക്കിയാസു വൽ ഖാറൂറാത്തുൽ പ്ലാസ്റ്റിക്. അതില് കവറുകളും പ്ലാസ്റ്റിക് കുപ്പികളൊക്കെയാണ്. ഖറജ റാഹിൽ തൻലീഫിൽ ബിർക്ക വൃത്തിയാക്കാൻ അവർ പോയി. ഫലക്കിയ സ്വദീഖഹു ഫൗസാൻ ഫി ത്വരീഖ്. അപ്പോ ഫൗസാനെ വഴിയിൽ വെച്ച് കണ്ടു. ദാറ ബൈനഹുമാ ഹിവാർ. അവർ തമ്മിൽ ഹിവാർ നടന്നു. എന്തായിരിക്കും ഹിവാർ നടന്നിട്ടുണ്ടാവുക? എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? ഫൗസാൻ റാഹിൽ അല്ലേ? അപ്പൊ നമ്മൾ സബാഹൽ ഖൈർ, രാഹിൽ സബാഹൻ നൂർ അല്ലേ? സബാഹൻ നൂർ എന്ന് പറയും അല്ലേ? അപ്പോ ഫൗസാൻ ചോദിച്ചു ഇല ഐൻ, എവിടേക്കാണ്? അപ്പൊ രാഹുൽ എന്ത് പറയും? രാഹുല് ഗ്രാമത്തിലേക്ക് അല്ലേ? അപ്പോ ഇലൽ ഖറിയ. ഇവിടെ അൽ ഖറിയ എന്നുണ്ട്. ഇല കേൾക്ക. ഇലൽ, ഈ ഇലയും അല്ലേ? ഏതില? ഇല അൽ ഖറിയ. ഈ വാക്കും കൂടി ഇവിടെ എഴുതണം. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഫൗസാൻ ചോദിച്ചു ലിമ, എന്തിനാണ് പോകുന്നത്? എന്തിനാണ് അവൻ പോകുന്നത്? ലി തൻലീഫ് അല്ലെ? ബിർക്ക. ഈ ബിർക്ക നമ്മൾ ഇവിടെ എഴുതണം. ഏത്? ഈ ബിർക്കത്ത് ഇവിടെ എഴുതണം. ലി തൻലീഫിൽ ബിർക്ക. അപ്പൊ മിസാലി, അതൊരു നല്ല പ്രവർത്തനമാണ്. മോഡൽ, ഒരു മാതൃകാ പ്രവർത്തനമാണ്. ഇപ്പൊ രാഹുല് ശുക്രൻ അല്ലെ? ശുക്രൻ അഫ്വൻ എന്ന് പറഞ്ഞ് ഹിവാർ അവസാനിക്കും. സിമ്പിൾ അല്ലേ? സിമ്പിൾ ഹിവാർ അല്ലേ? ഈ നാലാമത്തെ പ്രവർത്തനം നോക്കൂ. ഓരോ നുക്കമ്മൽ ഷംസൽ മുഫ്രദാത്ത് വ നക്തുബുൽ ജുമൽ. ഈ ഷംസൽ മുഫ്രദാത്ത് പൂരിപ്പിച്ചിട്ട് സെന്റൻസ് ഉണ്ടാക്കാൻ പറയുകയാണ്. എങ്ങനെയാ? നള്ളിഫു അൽ ബിർക്ക അല്ലെ? ബിർക്ക കുളം. പിന്നെ ഏതാ? നമ്മള് മവാരിദിൽ മിയാഹ് പഠിച്ചില്ലേ? വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണ്? നള്ളിഫു അൽ അന്നഹർ, നെഹർ അല്ലെ? നെഹർ എന്താ? നദി. നള്ളിഫ് അൽ ബിർ, നള്ളിഫ്. ഇവിടെ നിന്ന് കൊടുക്കാം നമുക്ക്. എന്ന് കൊടുക്കാം അൽ ബഹർ. പിന്നെ നള്ളിഫ് അൽ ജദുവൽ അല്ലെ? ജദുവല്, ബഹർ, നെഹർ, ബിർ, അങ്ങനെയുള്ള വാക്ക്. എന്നിട്ട് എന്ത് കൊടുക്കണം? ആ വാക്ക് ഇവിടെ എഴുതണം. നള്ളിഫു അൽ ബിർക്ക, നള്ളിഫു അൽ ജദുവൽ, നള്ളിഫു അൻ നഹർ, നള്ളിഫു അൽ ബഹർ, നള്ളിഫു അൻ നഹർ. അങ്ങനെ ഇവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, അങ്ങനെ എഴുതാം നമുക്ക്. അടുത്തത് അതിലെ അഞ്ചാമത്തെ പ്രവർത്തനം നഖറഉൽ ഫിക്റ വ നുമയ്യിസ് മിൻഹൽ ഫവാക്കിഹ് ഖളറവാത്ത്. ഈ പാരഗ്രാഫ് വായിച്ചിട്ട് അതിലെ ഖളറവാത്ത് ഫവാക്കിഹ് വേർതിരിക്കണം. ദഖല സിനാൻ അസൂഖൽ മർക്കസി. സിനാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി. ഇഷ്തറ ബഅദൽ ഖളറവാത്ത്. കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു. വൽ ഫവാക്കിഹ് വാങ്ങിച്ചു.
അതിൽ ബാമിയ വെണ്ടയ്ക്ക അല്ലെ. വെണ്ടയ്ക്ക നമ്മൾ ഏതിൽ ചേർക്കും? ഹദറവാത്തിൽ ചേർക്കും. ടൊമാറ്റം എന്താണ്? ടൊമാറ്റം ടൊമാറ്റോ, അതും പച്ചക്കറിയിൽ എഴുതണം, ഇവിടെ എഴുതണം അല്ലെ. ജുവാഫ, ജുവാഫ എന്താ? പേരക്ക, അത് നമ്മൾ ഫവാക്കികൾ എഴുതണം. ഖിയാറ്, ഖിയാറ് കക്കരി അല്ലെങ്കിൽ കുക്കുംബർ അല്ലെ. കുക്കുംബർ, കുക്കുംബർ ഇതിൽ പെടും, ഇവിടെ ചേർക്കണം അല്ലെ. മൗസ്, മൗസ് എന്താ? പഴം, പഴം നമ്മൾ ഇവിടേക്ക് ചേർക്കാം. ജസർ ക്യാരറ്റ്, ക്യാരറ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കാം. ബുർത്തുക്കാൽ എന്താ മക്കളെ? ബുർത്തുക്കാല് ഓറഞ്ച്, ഓറഞ്ച് നമുക്ക് ഇവിടെ ചേർക്കാം. തുഫാഹ് ആപ്പിൾ, ആപ്പിൾ നമുക്ക് ഇവിടെ ചേർക്കാം കേട്ടോ. ഇങ്ങനെയാണ് അത് പൂരിപ്പിക്കേണ്ടത്. ഓക്കെ. അത് അല്ലെങ്കിൽ ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ ഓരോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇത് ചെയ്താൽ മതി. ഹിവാർ പൂർത്തിയാക്കണം. അറാദ ബാബു എഴുതാതെ സെൽത്തത്തിൽ ഹലറവാത്ത്. ബാബു എന്ത് ചെയ്തു? മറ്റേ വെജിറ്റബിൾ സലാഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. വൽ ഫവാക്കി, അതുപോലെ ഫ്രൂട്ട് സലാഡും. വക്കാലി ഉമ്മിഹി അൻ, ഉമ്മയോട് പറഞ്ഞു, കാലത്തിൽ ഉമ്മ പറഞ്ഞു, സാധനങ്ങൾ വാങ്ങിക്കാൻ. അങ്ങനെ ദഹല ബാബു ഇലൽ മഹൽ, അവന് കടയിൽ പോയി. വഷ്തറ ബാദൽ ഫവാക്കി വൽ ഖദറവാത്ത്, കുറച്ച് പഴങ്ങളും പച്ചക്കറികളും വാങ്ങിച്ചു. അപ്പൊ അവര് തമ്മിൽ ഒരു ഹിവാർ നടന്നു അല്ലേ. മസാൽ ഖൈർ, ബായി എന്ത് പറയും? മസാനൂർ, തഫല്ലൽ, വരൂ. മാതാത്തൂരി, ഇതെന്ത് വേണം? ടമാത്തിം അല്ലേ. ഇപ്പൊ പച്ചക്കറികളുടെ പേര് ഇവിടെ ഉണ്ടല്ലോ അല്ലെ. പച്ചക്കറികളുടെ പേര് ഓരോന്നായിട്ട് ഇവിടെ. ടമാത്തിം, ജസർ, പിന്നെന്താണ്? ജസർ, അതുപോലെ ഖിയാറ് ഒക്കെ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം. ഇപ്പൊ തുരീദുൽ ഫവാക്കി, പച്ചക്കറി പഴങ്ങൾ വേണോ? അപ്പൊ ഞാൻ അൽ മൗസ്, അൽ മൗസ്, പിന്നെന്താ? തുഫാഹ, പിന്നെന്താ പറഞ്ഞ അൽ ബുർത്തുക്കാൽ അല്ലെ. ബുർത്തുക്കാൽ ഒക്കെ എവിടെ എഴുതണം? ഇവിടെ എഴുതി കൊടുക്കണം. ഓക്കെ. തഫല്ലൽ ഫാത്തൂറ, ബില്ലിത അല്ലെ. ബാബു ശുക്രൻ, എന്താണ്? അൽബായി അഫ്വൻ എഴുതിയിട്ട് ഹിവാർ അവസാനിക്കും. ഓക്കെ. ഇത്രയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. മക്കൾ നന്നായി പഠിക്കുക, ഫുൾ മാർക്ക് വാങ്ങിക്കുക. നല്ലവരും അവർക്ക് കിട്ടിയ മാർക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് ഇവിടെ രേഖപ്പെടുത്തണം കേട്ടോ. ഇൻഷാല്ലാ. അപ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ മക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.